ഓം ഗുരുഭ്യേ നമഃ. നമസ്കാരം. നമ്മൾ ഇന്ന് സംയുക്ത ഹസ്ത മുദ്രകളെ പറ്റിയാണ് പഠിക്കുന്നത്. സംയുക്ത ഹസ്ത മുദ്രകൾ എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് കൈകൾ ഉപയോഗിച്ച് ചെയ്യുന്ന മുദ്രകളാണ് സംയുക്ത ഹസ്ത മുദ്രകൾ. അപ്പോൾ ഒരു കൈ വെച്ച് ചെയ്യുന്ന മുദ്രകളോ അസംയുക്ത ഹസ്ത മുദ്രകൾ. പതാക, ത്രിപതാക, അർദ്ധപതാക, കത്തരി, മുഖ എന്നിങ്ങനെ പോകുന്നു. അപ്പോൾ സംയുക്ത ഹസ്ത മുദ്രയുടെ ഒന്നാമത്തെ മുദ്ര അഞ്ജലി, കൂപ്പുകൈ. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ തൊഴാറില്ലേ, അതാണ് അഞ്ജലി. നൃത്തത്തിൽ അഞ്ജലി എങ്ങനെ ഉപയോഗിക്കുന്നു? തലയ്ക്ക് മുകളിൽ ഈശ്വരനെ വന്ദിക്കുവാനും, മുഖത്തിന് നേരെ, നെറ്റിയുടെ നേരെ ഗുരുവിനെ വന്ദിക്കുവാനും, നെഞ്ചിന് നേരെ പണ്ഡിതനെ വന്ദിക്കുവാനുമാണ് അഞ്ജലി ഉപയോഗിക്കുന്നത്. സെക്കൻഡ് വൺ കബോധം. കബോധം മീൻസ് പ്രാവ്. അഞ്ജലി നേരെ കൂപ്പി, കൈ കൂപ്പി വെക്കുന്നു. വിനയത്തോടെ സംസാരിക്കുവാനും അല്ലെങ്കിൽ അധ്യാപകരെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം നമിക്കുവാനും വേണ്ടിയാണ് നമ്മൾ കബോധം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ കർക്കിടക. കർക്കിടക നോക്കൂ, മീൻസ് ക്രാബ്. കണ്ടോ, ഇങ്ങനെയാണ് കർക്കിടക മുദ്ര പിടിക്കുന്നത്. കർക്കിടകയെ ഉപയോഗിക്കുന്നത് നമ്മൾ വൃക്ഷങ്ങളൊക്കെ ചായുന്നു കാണിക്കാനും, ശംഖ് ഊടുന്ന കാണിക്കാനും, ജനത്തിരക്ക് ഭയങ്കര ക്രൗഡ് ഏരിയ കാണിക്കുവാനും ഒക്കെയാണ് നമ്മൾ കർക്കിടക മുദ്ര ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ സ്വസ്തിക. സ്വസ്തിക മീൻസ് ക്രോസ്, തടയുക. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? മുതലേ കാണിക്കുവാനും, ഭയത്തോടെയുള്ള നോട്ടം, അല്ലെങ്കിൽ വാദിക്കുക, പ്രശംസിക്കുക, ഇതൊക്കെയാണ് സ്വസ്തിക ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ദോളം. സ്വിംഗ്. ദോളം ഉപയോഗിക്കുന്നത് നൃത്തത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യമേ ഉപയോഗിക്കുന്നതാണ് ദോളം. എല്ലാ നർത്തകിമാർക്കും അറിയുന്ന ഒരു മുദ്രയാണ് ദോളം. അടുത്തത് പുഷ്പപുടം. പൂക്കള് നിറയെ, കൈ നിറയെ പൂക്കള് അല്ലെങ്കിൽ ദീപങ്ങള് ഒക്കെ കാണിക്കുന്നതും, പുണ്യപ്രാർത്ഥനകൾ ചൊല്ലാന്, സൂര്യന് അർപ്പിക്കുക എന്നൊക്കെ കാണിക്കാനാണ് നമ്മൾ പുഷ്പപുടം ഉപയോഗിക്കുന്നത്. അടുത്തത് ഉത്സംഗ. ഒരാളെ ആലിംഗനം ചെയ്യാനും, നാണം കാണിക്കാനും, കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കാനും ഒക്കെയാണ് ഉത്സംഗ മുദ്ര ഉപയോഗിക്കുന്നത്. അടുത്തത് ശിവലിംഗ. പതാക മുദ്ര ശിഖരമുദ്രയും പിടിച്ച് ഒന്നിച്ച് വെക്കുക. ഇതാണ് ശിവലിംഗ. ലോർഡ് ശിവനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുദ്രയാണ്. എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് മെച്ചപ്പെടുത്താൻ പറ്റും. സംയുക്ത മുദ്രകൾ തീർന്നിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയായിട്ട് പഠിപ്പിക്കാം. ഓക്കെ.